നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ജോലി നഷ്ടപ്പെട്ടല്ലോ കണ്ണേട്ടാ. പിന്നെ ഇനി ഇവിടെ കൂടിയാലോ ഒന്ന് ആലോചിക്കുവോ? അതിന് കണ്ണേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നീ വരുന്നത് എനിക്ക് സന്തോഷം തന്നെയാ. പിന്നെ ഇവിടുത്തെ പണിയൊന്നും നിനക്കറിയില്ലല്ലോ. നീ കൺസ്ട്രക്ഷൻ ഫീൽഡിലല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഞാനൊരു സിവിൽ എഞ്ചിനീയറല്ലേ കണ്ണേട്ടാ. എനിക്കിവിടുത്തെ പണിയൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ. വെറുതെ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ലല്ലോ. എടാ, നിനക്ക് ജോലി പോയെങ്കിലും ശമ്പളം നഷ്ടപ്പെടില്ല. അത് ഞാൻ കൃത്യമായിട്ട് എത്തിച്ചെന്നോളാം. വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കണ്ണേട്ടാ. അല്ല, ഞാനിവിടെ കണ്ണേട്ടൻ്റെ ക്യാബിനിൽ ഇരുന്നോളാം. കണ്ണേട്ടൻ്റെ ജോലിഭാരം കുറയ്ക്കാനും ശ്രമിച്ചോളാം. ഇതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കമാണല്ലോ. അല്ല, കണ്ണേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. നിനക്ക് നമ്മുടെ കമ്പനിയിൽ മറ്റെന്തെങ്കിലും ജോലി തരപ്പെടുത്തി തരാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് പക്ഷെ അവളുടെ സമ്മതം വേണം. അവളിപ്പോ MD ആണല്ലോ. അല്ല, കണ്ണേട്ടന്റെ സമ്മതം ചോദിക്കാതെയാണല്ലോ അവൾ എന്നെ പുറത്താക്കിയത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് വയ്യാത്തോണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ അമ്മാവനാണെങ്കിൽ ഇടയ്ക്ക് കിടപ്പിലാവുകയും ചെയ്തു. അതുകൊണ്ടാ ആ സെക്ഷനിലെ തീരുമാനം എടുക്കാനുള്ള അധികാരം അവക്ക് കൊടുത്തത്. ആ സമയത്തും ഏട്ടൻ എന്റെ കാര്യം ആലോചിച്ചില്ലല്ലോ. എനിക്കിവിടെ കുറച്ച് അധികാരം തന്നൂടായിരുന്നോ? അതെങ്ങനെ പറ്റും? അന്നൊക്കെ ഞാൻ അവളെ അമിതമായി വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നല്ലോ. എന്നെ അവളെയും തമ്മിൽ തെറ്റിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നായിരുന്നല്ലോ എന്റെ ധാരണ. എല്ലാം അവളൊരുക്കിയ ചതിയാ. ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അതിമനോഹരായിട്ടാ അവളത് ചെയ്തത്. ഞാനേ ഒന്നും കൂടെ അവളൊന്ന് കണ്ടിട്ട് വരട്ടെ. ഏയ് ഇടം ഉണ്ണി, എന്തിനാ നീ വെറുതെ വഴക്കിന് പോകുന്നേ? അവളിവിടെ വലിയ ഷോ നടത്തിയിട്ടല്ലേ പോയത്. പിന്നെ അവളെ ഒന്ന് കാണുന്നുണ്ട്, എന്താ കുഴപ്പം? അതൊന്നും വേണ്ട ഉണ്ണി. എനിക്കേ അവളുടെ അഹങ്കാരം സംസാരം ഒന്നും ദഹിക്കുന്നില്ല കണ്ണേട്ടാ. ഒരുത്തം വന്നത് ഞങ്ങളുടെ നല്ല നിമിഷങ്ങൾ കൊല്ലാനായിട്ടാ. പ്രകടനങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. താങ്ക്സ്. നന്ദിയില്ലാത്തവള് നന്ദി പ്രകടനമൊന്നും നടത്തണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടത്? കൺസ്ട്രക്ഷൻ കമ്പനിയിലല്ലേ എനിക്ക് വിലക്കുള്ളത്? ഇവിടെ ഇല്ലല്ലോ. ഇനി ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഞാൻ കൂടാൻ പോവാ.